ഫോർത്ത് സെമസ്റ്ററിലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലെ മാനേജ്മെൻറ്റ് ഓഫ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്നുള്ള 5th ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ ഈ മെയിനായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ കോമൺ ഇഷ്യൂസും ചലഞ്ചസുമാണ്. ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം സെറ്റപ്പ് ചെയ്യുമ്പം നമ്മൾ നേരിടേണ്ടി വരുന്ന ഡിഫറെൻറ്റ് കോമൺ ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് ആണ് മെയിനായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എവിഡൻസ് ബേസ്ഡ് ക്ലാസ് റൂം ബിഹേവിയറൽ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ഷെഡ്യൂളിംഗ്, പേസ് ഓഫ് ഇൻസ്ട്രക്ഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസിനെ കുറിച്ച് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ നീഡ്സ് ചിൽഡ്രനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ആസ് എ ടീച്ചർ നമ്മുടെ റോൾ എന്താണ്, ആസ് എ ടീച്ചർ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമൺ ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ഇൻക്ലൂസീവ് ക്ലാസ് റൂമാണ്. ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം സെറ്റപ്പ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം മാനേജ് ചെയ്യുന്നതിന് നമുക്ക് നേരിടേണ്ടി വരുന്ന കോമൺ ഇഷ്യൂസിനെയും ചലഞ്ചസിനെയും കുറിച്ചിട്ടാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ഹ്യൂജ് ഇൻഡിവിജ്വൽ വേരിയേഷൻ തന്നെയാണ്. ബിക്കോസ് ഇപ്പോൾ നോർമൽ സ്റ്റുഡൻസും ഡിസബിലിറ്റി ഉള്ള സ്റ്റുഡൻസും ഒക്കെ ഒരുമിച്ച് പഠിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾ ഇൻഡിവിജ്വലി ഭയങ്കര വേരിയേഷൻസ് അവർ കാണിക്കും. അവരുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയിലും അവരുടെ ലേണിങ്ങിന് ടുവാർഡ്സ് ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ ഫിസിക്കൽ നേച്ചർ കാര്യങ്ങളും എല്ലാത്തിലും ഭയങ്കര ഡിഫറൻസ് അവർ കാണിക്കും. ചിലർ ഫിസിക്കലി ഡിസബിലിറ്റി ഉള്ളവരായിരിക്കും, ചിലർ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ളവരായിരിക്കും, ചിലർ നോർമൽ സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാ ടൈപ്പ് സ്റ്റുഡൻസും ഒരു ക്ലാസ് റൂമിൽ വരുന്ന സമയത്ത് ഓരോ കുട്ടികളും ഭയങ്കര ഒരു ഡിഫറെൻറ്റ് വേരിയേഷൻസ് കുട്ടികൾക്കിടയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഓരോ കുട്ടിക്കും ക്ലാസ് റൂം നമ്മൾ എടുക്കുന്നത് മനസ്സിലാവുന്നതിലും അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം എഫക്റ്റീവ് ആവുന്നതിലും ഒക്കെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ബിക്കോസ് ഈച്ച് ലേണർ ഇത്രയും വേരിയേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ലേണിംഗ് എബിലിറ്റീസ് കാര്യങ്ങളിലൊക്കെ ഒരു ഹ്യൂജ് ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. സോ അതൊരു മെയിനായിട്ടുള്ളൊരു ചലഞ്ചാണ് അല്ലെങ്കിൽ ഒരു മെയിനായിട്ടുള്ള ഇഷ്യൂ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെയുള്ള ഇഷ്യൂ ആണ് ലാക്ക് ഓഫ് സ്പെഷ്യലി ട്രെയിൻഡ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ടീച്ചേഴ്സ്, അതായത് ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം ആവുന്ന സമയത്ത് ജനറൽ BEd കഴിഞ്ഞ ടീച്ചേഴ്സ് മാത്രം പോരാ, ഇതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ സ്പെഷ്യൽ BEd എടുത്തിട്ടുള്ള ഈ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആവശ്യമാണ് അല്ലേ. അപ്പോൾ സ്പെഷ്യലി ട്രെയിൻഡ് ടീച്ചേഴ്സിൻ്റെ ഷോർട്ടേജ് ആക്ച്വലി ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂമിന് ആക്ച്വലി ഒരു ചലഞ്ച് ആണെങ്കിൽ ഒരു മെയിൻ ഇഷ്യൂ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ടീച്ചേഴ്സ് കുറവുള്ളത് കൊണ്ട് തന്നെ ഒരു ക്ലാസ് റൂമിൽ ഇതുപോലെ എഫക്റ്റീവായിട്ട് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. ദെൻ നെക്സ്റ്റ് ഒരു ഇഷ്യൂ ആണ് ലാക്ക് ഓഫ് സ്യൂട്ടബിൾ കരിക്കുലം എന്ന് പറയുന്നത്. അപ്പം ഒരു കരിക്കുലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പം ഒരു നോർമൽ ക്ലാസ് റൂമിന് വേണ്ടി തയ്യാറാക്കിയ കരിക്കുലം ആകുമ്പം അതെല്ലാം നോർമൽ കുട്ടികളെ ബേസ് ചെയ്ത കാര്യങ്ങളായിരിക്കും. അതിലുള്ള ആക്ടിവിറ്റീസ് ആയാലും അതിൽ കൊടുത്തിരിക്കുന്ന ഡിഫറെൻറ്റ് ടാസ്ക് ആയാലും അതിൽ കൊടുത്തിരിക്കുന്ന കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ നോർമൽ സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്ത് കൊടുത്ത കാര്യമായിരിക്കും. അപ്പോൾ അത് ഡിസബിലിറ്റി ഉള്ള കുട്ടികളും ആ സെയിം കരിക്കുലം പഠിക്കേണ്ട സമയത്ത് അതിൽ വരുന്ന ആക്ടിവിറ്റീസ് ചെയ്യാനും അതുപോലെ അതിൻ്റെ അസസ്മെൻറ്റ് മെത്തേഡ്, ഇവാലുവേഷൻ പ്രോസസ്സൊക്കെ ഫോളോ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു കോമൺ ഇഷ്യൂസായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ക്ലാസ് റൂം മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസിനെയാണ്. അതായത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ക്ലാസ് റൂമിനെ മാനേജ് ചെയ്യാം. ക്ലാസ് റൂം അറേഞ്ച്മെൻറ്റിൽ നമുക്ക് നോക്കണം, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളിൽ, അതുപോലെ തന്നെ ലേണേഴ്സ് ആക്ടിവിറ്റി ഷെഡ്യൂൾ ചെയ്യുന്നതിൽ, അതുപോലെ തന്നെ പേസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്. അതിലൊക്കെ ഫസ്റ്റ് നമ്മൾ ക്ലാസ് റൂം മാനേജ്മെൻറ്റാണ് നോക്കുന്നത്. സോ ആസ് എ ടീച്ചർ നമ്മളൊരു ക്ലാസ് റൂം എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ ലേണേഴ്സിനെയും നമ്മൾ എൻകറേജ് ചെയ്യണം. അതായത് എല്ലാ കുട്ടികളെയും ഈച്ച് ആൻഡ് എവരി കുട്ടികളെയും നമ്മൾ എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യണം. അതായത് പഠിക്കാനും ലേണിങ്ങിൽ ഗ്രോത്ത് ഉണ്ടാവാനും ആക്ടിവിറ്റീസ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുക, എല്ലാ കുട്ടികളെയും നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ എൻകറേജ് ചെയ്യേണ്ടതുണ്ട്. അതായത് കുട്ടികളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. അപ്പം അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസബിലിറ്റി ഉണ്ടാവും. അതായത് ഇപ്പം ഫിസിക്കലായിരിക്കാം, മെൻ്റലായിരിക്കാം, അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസബിലിറ്റി ഉള്ളവരുണ്ടല്ലോ. പക്ഷേ അവരെ നമ്മൾ ഫിസിക്കലി, മെൻ്റലി, മോറലി, ഇമോഷണലി, സോഷ്യലി എല്ലാം നമ്മൾ അവരെ എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ജോയ്ഫുൾ ലേണിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ പ്രോപ്പറായിട്ട് മോട്ടിവേറ്റ് ചെയ്യണം. അതായത് ഒരിക്കലും ഭയങ്കര സ്ട്രെസ് ചെയ്ത് നമുക്ക് അവരെ പഠിപ്പിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ കുറച്ചൊക്കെ നല്ല കളി ചിരിയിലൂടെയൊക്കെ നല്ല മോട്ടിവേഷനൊക്കെ കൊടുത്തിട്ട് വേണം ഇങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. സോ ഒരു ജോയ്ഫുൾ ക്ലാസ് റൂം എൻവിറോൺമെൻറ്റ് കൊണ്ടുവന്നാൽ അതൊരു എഫക്റ്റീവ് ലേണറെ ഉണ്ടാക്കിയെടുക്കും. അതുപോലെ തന്നെ ഗുഡ് ഡിസിപ്ലിൻ മെത്തേഡ്സ് ഫെസിലിറ്റേറ്റ് ചെയ്യണം. ആസ് എ ടീച്ചർ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്ലാസ് റൂമിൽ ഡിസിപ്ലിൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യണം. അതായത് ക്ലാസ് റൂമിൽ തിരിഞ്ഞ് കളിക്കുക, സംസാരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും എൻകറേജ് ചെയ്യേണ്ടതില്ല.
അതുപോലെ തന്നെ ലേണേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഓരോ ലേണേഴ്സിനെയും അപ്രീഷിയേറ്റ് ചെയ്യണം. അത് കുറേ മാർക്ക് വാങ്ങുന്നതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക അങ്ങനെയല്ല. ഈച്ച് ആൻഡ് എവറി ലേണറെ നമ്മൾ എന്ത് ചെയ്യണം? അപ്രീഷിയേറ്റ് ചെയ്യണം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അവർക്ക് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഒരു ക്ലാസ് റൂമിൽ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. എഫക്റ്റീവായിട്ട് ക്ലാസ് റൂമിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതായത് എല്ലാവരിലേക്കും ഒരു ടീച്ചർക്ക് നോട്ടം എത്തുന്ന രീതിയിൽ, എല്ലാ കുട്ടികൾക്കും പ്രോപ്പറായിട്ട് ക്ലാസ് റൂമിൽ അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ വേണം സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു മൂവിയിൽ തന്നെ ഒരു ഇങ്ങനെ യു ഷേപ്പിലിരിക്കുന്നത് ഭയങ്കര ഒരു ട്രെൻഡിങ് ആയി വന്നിരുന്നു അല്ലേ. എല്ലാവരും അതിനെ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നത് എല്ലാ കുട്ടികൾക്കും ബാക്ക് ബെഞ്ച് എന്നുള്ളത് ഒഴിവാക്കിയിട്ട് എല്ലാ കുട്ടികൾക്കും അറ്റൻഷൻ കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിലൊരു നെഗറ്റീവ് പറഞ്ഞതായിരുന്നു കുട്ടികൾക്ക്, സൈഡിലിരിക്കുന്ന കുട്ടികൾക്കൊക്കെ കഴുത്ത് വേദന എടുക്കുന്നു. അപ്പം ഓരോന്നിനും ഓരോരോ മെറിറ്റ്സും ഡിമെറിറ്റ്സ് ഉണ്ടാവും. അപ്പം എല്ലാ കുട്ടികൾക്കും ഫോക്കസ് കിട്ടുന്ന പോലെ എന്ത് ചെയ്യാം? എടുക്കുക. അപ്പോൾ അതിൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ പരിഗണന കൊടുത്ത്, അതായത് ഇപ്പോൾ എന്തെങ്കിലും ബ്ലൈൻഡ് ആയിട്ട് സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വിഷ്വലി ഇമ്പയർമെൻറ്റ് സ്റ്റുഡൻറ്റ് ആണെങ്കിൽ അവർക്ക് ഫ്രണ്ട് ബെഞ്ചിൽ സ്ഥാനം കൊടുക്കാം. അതുപോലെ ഹൈറ്റ് അനുസരിച്ച് ഇരുത്തുക. ആ രീതിയിലൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം? സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട്. സോ അതുപോലെ തന്നെ ക്ലാസ് റൂമിൽ ടീച്ചേഴ്സിന് ഈച്ച് ആൻഡ് എവരി ബെഞ്ചിൻ്റെ ഇടയിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, കംഫർട്ടബിളി മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുക്കാൻ. അപ്പോഴാണ് ടീച്ചേഴ്സിന് എല്ലാ കുട്ടികളിലേക്കും കറക്റ്റായിട്ട് ടീച്ചേഴ്സിന് ചെന്നെത്തിയിട്ട് ഓരോ കുട്ടിയെയും ശ്രദ്ധിക്കാൻ പറ്റുക. അപ്പോൾ ഇതൊക്കെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഷെഡ്യൂളിംഗ് ലേണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഓരോ ആക്ടിവിറ്റി ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്തും അത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഒരു അവൈലബിൾ ടൈമിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യേണ്ടത്. ഇപ്പോൾ കുട്ടികൾക്ക് നമ്മളൊരു ആക്ടിവിറ്റി കൊടുക്കുന്ന സമയത്ത്, ക്ലാസ് റൂമിൽ നമ്മൾ ഡെയിലി വർക്ക് പോലെ ആക്ടിവിറ്റി കൊടുക്കുന്ന സമയത്ത് എല്ലാ കുട്ടികൾക്കും അത് ആ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റുന്ന പോലെ, കംഫർട്ടബിളായി ചെയ്യാൻ പറ്റുന്ന പോലെ, ആ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ വേണം ആക്ടിവിറ്റീസ് ഷെഡ്യൂൾ ചെയ്യാൻ. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് പരസ്പരം ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ ചെയ്യാനുള്ള അച്ചീവ്മെൻറ്റ് കൊടുക്കണം. സോ അപ്പോൾ കുട്ടികൾക്കാണ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് നല്ലൊരു അച്ചീവ്മെൻറ്റ് ഉണ്ടാവാനും കുറേ നല്ല രീതിയിൽ ഒരു ആക്ടിവിറ്റി ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പേസ് ഓഫ് ഇൻസ്ട്രക്ഷൻ. പേസ് ഓഫ് ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ സ്പീഡ് ഓഫ് ടീച്ചിങ് ആണ്. ഒരു ടീച്ചർ ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഭയങ്കര സ്പീഡ് ആവരുത്, എന്നാൽ ഭയങ്കര സ്ലോയും ആവരുത്. അപ്പോൾ കുട്ടികൾക്ക് കൺവീനിയൻ്റ് ആയിട്ട്, കംഫർട്ടബിൾ ആയിട്ട് സ്റ്റുഡൻസ് ലേണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന പോലെയാണ് ഒരു ടീച്ചിങ്ങിൻ്റെ സ്പീഡ് കൊണ്ടുപോകേണ്ടത് അല്ലേ. അപ്പോൾ കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അത് പ്രോപ്പറായിട്ട് അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ടൈം കൊടുക്കണം. എന്നാൽ ഭയങ്കര സ്ലോ ആയിട്ട് വലിച്ചു നീട്ടിയിട്ട് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുട്ടികൾക്ക് ഡൗട്ട് ചോദിക്കാനും ക്ലിയർ ചെയ്യാനൊക്കെ ഉള്ള അവസരങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ. അപ്പോൾ ഭയങ്കര സ്പീഡായിട്ട് എടുത്ത് നമ്മളിപ്പോൾ പേസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഭയങ്കര ഇൻക്രീസ് ചെയ്താൽ കുട്ടികൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരിക്കും ഇത് ഫോളോ ചെയ്യാൻ. പക്ഷെ അത് ഭയങ്കര സ്ലോ ആക്കിയാൽ കുട്ടികൾ ഉറങ്ങാനും അതുപോലെ തന്നെ കുട്ടികൾ സംസാരിക്കാനും ഒക്കെ അത് കാരണമാവും. അതുപോലെ തന്നെ പോർഷൻസ് സമയത്ത് തീരാതിരിക്കാനൊക്കെ അത് കാരണമാവുന്നുണ്ട്. സോ അപ്പം ഇതുപോലെയുള്ള ടീച്ചിങ്ങിൻ്റെ സ്പീഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ഇത്രയും കാര്യമാണ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസിൽ നമുക്ക് പറയാനുള്ളത് കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ഫാമിലീസിൻ്റെയും സ്കൂൾസിൻ്റെയും കമ്മ്യൂണിറ്റിയുടെയും ഒക്കെ പാർട്ട്ണർഷിപ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ സ്കൂളും അതുപോലെ ഫാമിലിയും കമ്മ്യൂണിറ്റി മെമ്പേഴ്സും എല്ലാം ഒരുപോലെ ഒരു ഭയങ്കര കോർഡിനേഷനിൽ വർക്ക് ചെയ്യേണ്ടത് ഒരു ഇൻക്ലൂസീവ് സ്കൂളിൻ്റെ സക്സസ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് ഒരു ഡിസബിലിറ്റി ഉള്ള കുട്ടി പഠിക്കുക എന്ന് പറയുമ്പോൾ അതിന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും കൊടുക്കേണ്ടതുണ്ട് അല്ലേ. ഇമോഷണലി സപ്പോർട്ട് വേണം, ഫിസിക്കൽ സപ്പോർട്ട് വേണം, ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ വേണം. അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് ഫാമിലീസും സ്കൂൾസും കമ്മ്യൂണിറ്റിയും ഒക്കെ ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ട്. സോ അപ്പോൾ എല്ലാവരും കൂടെ എൻകറേജ് ചെയ്താൽ മാത്രമേ ഒരു കുട്ടിക്ക് പ്രോപ്പറായിട്ട് ഒരു സ്കൂളിങ് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു സ്കൂളിൽ ഒരു കുട്ടിക്ക് പ്രോപ്പറായിട്ടുള്ള ലേണിംഗ് എൻവിറോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം, ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് വേണം, കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള സപ്പോർട്ട് വേണം. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാവരും ഒരു കോർഡിനേഷനിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കുള്ള ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്യാനും അവരുടെ ലേണിംഗ് കാര്യങ്ങളെ എൻഹാൻസ് ചെയ്യാനും അതുപോലെ തന്നെ ഡിസബിലിറ്റി ഉള്ള സ്റ്റുഡൻസിനും അവരുടെ പാരൻസിനും ഒരു മോട്ടിവേഷൻ ആവാനും കൂടുതൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ സ്കൂളുകളിൽ എൻറോൾ ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പാരൻസിനെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ ഒരുപാട് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ഇതുപോലെ ഒരു ലേണിംഗ് കമ്മ്യൂണിറ്റിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ ആസ് എ ടീച്ചർ നമുക്കും ഒരുപാട് റോളുണ്ട്. ഒരു സ്പെഷ്യൽ സ്കൂളിൽ അല്ലെങ്കിൽ ഇങ്ങനെ സ്പെഷ്യൽ നീഡ്സുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മളും കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ലേണിംഗ് എൻവിറോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ഓരോ കുട്ടിയും ഡിഫറെൻ്റാണ്, ഓരോ കുട്ടിയും യുണീക്കാണെന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ കുട്ടിയെയും നമ്മൾ ചേർത്ത് നിർത്തണം. അവർക്ക് വേണ്ടിയിട്ടുള്ള നീഡ്സ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ക്ലാസ് റൂമിൽ അവിടെയായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കാര്യങ്ങളൊക്കെ എൻകറേജ് ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ പാരൻസിൻ്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ എൻഷുർ ചെയ്യണം. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻസ് കാര്യങ്ങൾ, ഫീഡ്ബാക്ക് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് കൊടുത്തിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഇൻഡിവിജ്വലിനെയും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അവരെ പഠിപ്പിക്കാൻ വേണ്ടി. ഇതൊക്കെ ആസ് എ ടീച്ചർ നമ്മളൊരു ക്ലാസ് റൂമിൽ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. സോ അപ്പം ഓരോ കാര്യങ്ങളും നന്നായിട്ട് നോക്കുക.